നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Spinner Pipes, manufacturers of HDP and PVC pipes. Think irrigation, think spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. തമിഴ്നാട് ബോർവെൽസ്, തൃശൂർ 7560850000. മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളുമായി ഇന്ത്യയിലെ പാവപ്പെട്ട ജനതയ്ക്ക് മേൽ ആക്രമണം നടത്തുന്ന പാകിസ്ഥാനെതിരെ ഓപ്പറേഷൻ സിന്ദൂരിന്റെ തുടർച്ച. ജനവാസ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയ പാകിസ്ഥാന് വീണ്ടും കനത്ത തിരിച്ചടി നൽകി ഇന്ത്യൻ സൈന്യം. പാകിസ്ഥാന് ഇന്ത്യയുടെ പ്രഹരം ഭീകര കേന്ദ്രങ്ങൾ തകർത്തു. വ്യോമ പ്രതിരോധവും തകർത്ത് തരിപ്പണമാക്കി. റാവൽപിണ്ടി ക്രിക്കറ്റ് സ്റ്റേഡിയവും തകർത്തു. പാകിസ്ഥാന്റെ ഏറ്റവും പ്രഹരശേഷി കൂടിയ വിമാനം JF-17 വെടിവെച്ചിട്ടതായി റിപ്പോർട്ട്. കൊടും തീവ്രവാദി മസൂദ് അസ്ഹറിന്റെ സഹോദരനും കാണ്ഡഹാർ വിമാന റാഞ്ചലിന്റെ മുഖ്യ സൂത്രധാരനുമായ അബ്ദുൾ റൌഫ് അസ്ഹർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരണം. സൈന്യത്തെ അഭിനന്ദിച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. നിരത്തുകളിൽ അപകടങ്ങളിൽ പെടുന്നവരെ ജീവിത വഴിയിലേക്ക് നയിച്ച് 1.5 ലക്ഷം കുടുംബങ്ങളിൽ സന്തോഷമെത്തിച്ച ആക്സിഡന്റ് കെയർ ആൻഡ് ട്രാൻസ്പോർട്ട് സർവീസ് ജനകീയതയുടെ കരുത്തിൽ സിൽവർ ജൂബിലിയുടെ നിറവിൽ. ജീവകാരുണ്യ കൂട്ടായ്മയുടെ കരുത്തും സംഘശക്തിയും വിളിച്ചോതി ആക്സ് സ്ഥാപക ദിന ജില്ലാ സമ്മേളനം. ജില്ലാ ജനറൽ സെക്രട്ടറിയും തൃശൂർ കോർപ്പറേഷൻ മേയറുമായ MK വർഗീസ് പതാക ഉയർത്തി. വടക്കാഞ്ചേരി നഗരത്തിൽ ആക്സ് ആംബുലൻസുകളുടെ പരേഡ്. വാർഷിക സമ്മേളനം കെ രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. ഡയാലിസിസ് രോഗികൾക്ക് ചികിത്സാർത്ഥം സൗജന്യ യാത്ര ഉറപ്പാക്കുന്ന ആംബുലൻസ് സേവ്യർ ചിറ്റിലപ്പള്ളി MLA സമർപ്പിച്ചു. ആക്സിനെ ആംബുലൻസ് സമ്മാനിച്ചത് കൊച്ചൌസേപ്പ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ. 5 നിർധന കുടുംബങ്ങൾക്ക് സ്വപ്ന സൗധം നിർമ്മിച്ചു നൽകും. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ പദ്ധതി പ്രഖ്യാപനം നടത്തി. കേരളത്തിന്റെ പേരുകേട്ട ആരോഗ്യ മേഖലയ്ക്ക് നാണക്കേട് സമ്മാനിച്ച് സംസ്ഥാനത്ത് വീണ്ടും നിപ്പ സ്ഥിരീകരിച്ചു. വളാഞ്ചേരി സ്വദേശിനിയായ 42-കാരിക്കാണ് രോഗബാധ. പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന യുവതിക്ക് 4 ദിവസത്തിലേറെയായി കടുത്ത പനി. പൂനെ വൈറോളജി ലാബിൽ നിന്നുള്ള ഫലം പോസിറ്റീവ്. മലപ്പുറത്ത് നിപ്പ സ്ഥിരീകരിക്കുന്നത് ഇത് 3-ാം തവണ. സംസ്ഥാനത്ത് ആദ്യ നിപ്പ ബാധ സ്ഥിരീകരിച്ചത് 2018 മെയ്യിൽ പേരാമ്പ്രയിൽ. SSLC പരീക്ഷാഫലം വെള്ളിയാഴ്ച. പ്രാർത്ഥനയോടെ ഫലം കാത്തിരിക്കുന്നത് 4,27,021 വിദ്യാർത്ഥികൾ. പ്രഖ്യാപനം വൈകിട്ട് 3-ന് മന്ത്രി V ശിവൻകുട്ടി നിർവഹിക്കും. THSLC, AHSLC ഫലങ്ങളും പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകൾക്ക് പുറമെ ഡിജി ലോക്കർ വഴിയും ഫലം അറിയാം. SMS വഴിയും ഫലം അറിയാൻ സംവിധാനം. പ്രഖ്യാപനം നടന്നാലുടൻ ഓൺലൈനിലും റിസൾട്ട്. എല്ലാ വിദ്യാർത്ഥികൾക്കും വീണയൻ ന്യൂസിന്റെ വിജയാശംസകൾ. എടക്കളത്തൂർ ശ്രീ ശിവദുർഗാദേവി ക്ഷേത്രത്തിൽ ഉത്സവം ആറാട്ടിന്റെ നിറധന്യത. ആഘോഷ ഭക്തി ആവേശത്തിൽ കൊടിയേറ്റം. ഉത്സവം, പൂരം എന്നിവയ്ക്ക് ആവശ്യമുള്ള കലവറ നിറയ്ക്കൽ നടന്നു. മെയ് 14-നാണ് ആറാട്ട് പൂരം. 15-ന് ആഘോഷ കാഴ്ചകൾ. പാലപ്പിള്ളി കുണ്ടായിയിൽ വീണ്ടും പുലിഭീതി. വീടിനോട് ചേർന്ന തൊഴുത്തിൽ കെട്ടിയിട്ടിരുന്ന മൂരിക്കുട്ടിയെ വന്യജീവി ആക്രമിച്ച് കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തി. വട്ടത്തൊടി ഖദീജയുടെ മൂരിക്കുട്ടിക്ക് നേരെയാണ് ആക്രമണം നടന്നത്. ജനവാസ മേഖലയിലെ പുലിഭീതിക്കെതിരെ വലിയ പ്രതിഷേധം. ജനകീയ പ്രതിഷേധം കനക്കുന്നു. ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്ന് ആവശ്യം. കേരളം വെന്തുരുകുന്നു. സംസ്ഥാനത്ത് കൊടും ചൂട്. തൃശൂരിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയർന്നു. യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. പാലക്കാട് ജില്ലയിൽ ചൂടിന്റെ കാഠിന്യം 37 ഡിഗ്രി സെൽഷ്യസ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയും മിന്നലും. കാലവർഷം ഇത്തവണ വളരെ നേരത്തെ എന്ന റിപ്പോർട്ട്. വടക്കാഞ്ചേരി നഗരം വെള്ളത്തിൽ മുങ്ങുന്നത് തുടർക്കഥയാകുമെന്ന് ആശങ്ക. വാഴാനിപ്പുഴ നവീകരണം എവിടെയും എത്താതെ ഇഴയുന്നു. കാലവർഷത്തിനു മുമ്പ് എവിടെയും എത്തില്ലെന്ന് ഉറപ്പായി. കുമരനെല്ലൂർ അമൃത നഗറിൽ പുഴയിലാകെ കാട്ടുപൊമ്പ. മരങ്ങൾ മറിഞ്ഞു വീണ്
ജലമൊഴുക്ക് തടസ്സപ്പെട്ട നിലയിൽ. വടക്കാഞ്ചേരി പുഴപ്പാലത്തിന് താഴെ മണൽത്തിട്ട. വൻ പ്രതിഷേധവുമായി ജനനി പരിസ്ഥിതി സംഘടന. ജനങ്ങളെ വെള്ളത്തിൽ മുക്കിക്കൊല്ലരുതെന്ന് പ്രസിഡന്റ് വി അനിരുദ്ധൻ. കോൺഗ്രസിൽ നേതൃമാറ്റ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ KPCC പ്രസിഡന്റ് കെ സുധാകരനെ അനുകൂലിച്ച് തൃശൂരിൽ പോസ്റ്റർ പ്രചരണം. കോൺഗ്രസിനെ നയിക്കാൻ കേരളത്തിൽ കെ സുധാകരൻ എന്ന് പോസ്റ്ററുകളിൽ. കളക്ടറേറ്റ് പരിസരത്താണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. സുധാകരന് പരിപൂർണ പിന്തുണയുമായി SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. സുധാകരനെ മാറ്റിയാൽ കോൺഗ്രസ് തകർന്നടിയുമെന്ന് പ്രഖ്യാപനം. കെ മുരളീധരനെ പരിഗണിക്കാത്തത് എന്തുകൊണ്ടെന്നും ചോദ്യം. പെരിഞ്ഞനത്ത് എലിപ്പനി ബാധയെ തുടർന്ന് വിദ്യാർത്ഥി മരണമടഞ്ഞു. തോട്ടുപുറത്ത് ബാലന്റെ മകൻ 19-കാരൻ പ്രണവാണ് മരണമടഞ്ഞത്. പി വെമ്പല്ലൂർ അസ്മാബി കോളേജിലെ ഡിഗ്രി വിദ്യാർത്ഥിയും SFI നേതാവുമാണ് പ്രണവ്. മുളങ്കുന്നത്ത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. തിരുവില്ലാമലയിൽ മരം വീണ് കാർ തകർന്നു. ഒരാൾക്ക് പരിക്ക്.